അപ്പൊ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. നല്ല സൂപ്പർ കളറും നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എന്തായാലും ഒന്ന് മുറിച്ച് നോക്കാം. മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നുട്ടാ. എല്ലാവർക്കും സുഖല്ലേ? മമ്മിക്ക് ഇങ്ങനെ പറയാൻ അറിയുള്ളൂ കേട്ടാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയാം. ക്ഷമിക്ക്, 2 കമന്റ് വന്നു മമ്മീന്ന് പറയണതുകൊണ്ട് അതിന്റെ ഇളക്ക വേറൊന്നല്ല. അതെ, ഉണ്ണിയാണല്ലോ മമ്മീനെ ആദ്യം ഈ വീഡിയോയ്ക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ ഉണ്ണിയുടെ അടുത്ത് മമ്മി എന്ന് പറഞ്ഞ ഉണ്ണിയുടെ ഫ്രണ്ട്സ് നിങ്ങള് മമ്മിയുടെ മൂത്തവരും ചെറിയവരും ഒക്കെ ഉണ്ടെന്ന് അറിയാം. എന്നാലും അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. അപ്പൊ എന്തായാലും നിങ്ങളത് മമ്മിക്ക് വിഷമം ഉണ്ടാക്കണ കമന്റ് ഒക്കെ ഞാൻ കളയാറുണ്ട്, മമ്മി പേടിക്കണ്ട. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താണെങ്കിൽ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക്. മമ്മി കഴിഞ്ഞ കുറച്ച് മുന്നേ ഈന്തപ്പഴത്തിന്റെ കേക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതിന് നല്ല നിങ്ങളെല്ലാവരും കണ്ടു, സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കണില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ മമ്മി കേക്കിന്റെ ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ വെച്ചിട്ടും ചെയ്യാം, തടവി കൊടുക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതല്ല ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും പ്രശ്നമില്ല. ഇത് നല്ലപോലെ സൈഡും ഉള്ളിലും ഒക്കെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഇതിലേക്ക് ഒന്ന് തൂവി കൊടുക്കാം. എല്ലാ സൈഡിലും ആവണ രീതിയിൽ ഒന്ന് തൂവിയതിന് ശേഷം എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലേക്കും എല്ലായിടത്തേക്കും ആവണ രീതിയിൽ. അപ്പം നമ്മുടെ കേക്ക് തീരെ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ ഒട്ടും തന്നെ കരിഞ്ഞു പിടിക്കാതെ കിട്ടും. ബാക്കിയുള്ള പൊടി നിങ്ങൾ ഇതിൽ നിന്ന് തട്ടി മാറ്റിക്കോളാം. അപ്പോൾ കേക്കിൻ്റെ ട്രേ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് മമ്മി എപ്പോഴും എടുക്കണ അളവ് ഗ്ലാസ് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ഏത് ഗ്ലാസ് കൊണ്ടാണ് അളക്കണേ അല്ലെങ്കിൽ ഏത് പാത്രം കൊണ്ടാണ് അളക്കണേന്നുണ്ടെങ്കിൽ അതേ പാത്രത്തിൽ തന്നെ എല്ലാ ഐറ്റംസും എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇതുകൊണ്ട് ഈ ഗ്ലാസ് കൊണ്ട് നിറയെ 1 ഗ്ലാസ് മൈദ ഞാനിവിടെ അളന്ന് എടുത്തു വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ 1 കിലോ അങ്ങനെ ഇല്ല, ഇത് ശരിക്കും പറഞ്ഞാല് ഈ 1 ഗ്ലാസ് കൊണ്ട് വരുന്നത് 250 ഗ്രാമാണ്. അപ്പോ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കൊക്കോ പൗഡറാണ്. ഇത് ടേബിൾ സ്പൂൺ കൊണ്ട് 3 സ്പൂണ് അളന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ബൂസ്റ്റ് പറ്റും. പക്ഷേ കൊക്കോ പൗഡർ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ, ഇപ്പൊ മമ്മി ഹോൾസെയിൽ കടയിൽ നിന്ന് കിലോ കണക്കിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് ക്രിസ്മസും ന്യൂ ഇയറൊക്കെയാണ് വരാൻ പോണേ. നമുക്ക് സെയിൽ ചെയ്യാനൊന്നുമല്ല, പക്ഷെ എനിക്ക് എവിടേക്ക് പോയാലും കേക്ക് കൊണ്ടുപോകണം. അത് വാങ്ങിച്ച് കൊടുക്കണത് അത് ഇഷ്ടമില്ല. നമ്മളതിനെ ഉണ്ടാക്കി സ്നേഹത്തോട് കൂടി കൊടുക്കുമ്പോ അതിനൊരു രുചി കൂടും ഇല്ലേ? അപ്പൊ അതാണ്. അപ്പൊ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. ചോക്ലേറ്റിന്റെ തനി ഫ്ലേവർ വേണമെങ്കിൽ കൊക്കോ പൗഡർ നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1 സ്പൂണ് നിറയെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അരിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് അരിച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും ഒരു ഐറ്റം കൂടി ചേർക്കാണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത്രയും നമുക്ക് ഇതിൻ്റെ തരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഒട്ടും തന്നെ കട്ടകൾ പാടില്ല. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് 2 or 3 തവണ ആയിട്ട് അരിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ച് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമ്മുടെ കൊക്കോ പൗഡറും മൈദയും മറ്റേ ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊരു 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു 1/2 ഗ്ലാസ് പാലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അളവ് ഗ്ലാസ്സിന് തന്നെ മമ്മി പാലെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യാനായിട്ട് ഇപ്പോൾ 1/2 ഗ്ലാസ് പാലേ എടുത്തിട്ടുള്ളൂ. 1/2 ഗ്ലാസ് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോണത് എന്താണെങ്കിൽ ഇത്
ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. നമുക്ക് ബ്രൂ തന്നെ വേണമെന്നൊന്നുമില്ല. ബ്രൂ ടേസ്റ്റ്. ആ അപ്പോൾ അല്ല നെസ്ലയുടെ അങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ആവണം. 10 രൂപയുടെ. അത് 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് ഈ പാലിലൊന്ന് ഇട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഏറ്റവും ആദ്യം തന്നെ നിങ്ങളിത് ചെയ്ത് വെച്ചോളൂ. ഇത് കാച്ചിയെടുത്ത പാലാട്ടാ. ഒരു നേരി ചൂടുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് പെട്ടെന്ന് നമുക്കിത് അലിഞ്ഞ് കിട്ടും. വളരെ തണുത്ത പാലാണെങ്കിൽ, ചൂടാറിയ പാലാണെങ്കിൽ പൊടി അലിയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടോ. അപ്പോൾ ഇതും ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾക്ക് എല്ലാം കൂടി മിക്സിയിൽ നമ്മൾ ഒരു എല്ലാ ഐറ്റംസും ഇട്ടിട്ട് കറക്കി എടുക്കലാണ്. ഒരു മിക്സിയുടെ ജാർ എടുക്കട്ടെ. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ട, 250 ഗ്രാമിന് 3 മുട്ട. മുട്ട ഇട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? മുട്ട കഴിക്കാത്തവർക്ക് നമുക്ക് ഈ മുട്ട ചേർക്കുന്നതിന് പകരം അധികം പുളിയില്ലാത്ത 1 ഗ്ലാസ് തൈര് നമ്മൾ ചേർക്കുകയാണെങ്കിൽ അടിപൊളി. നമുക്ക് ഇതേ ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അത് കട്ട് ചെയ്ത് കളയാം. അമ്പമ്പ 2 കണ്ടന്റ്. അപ്പൊ നമുക്ക് ഈ 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ അളവ് ഗ്ലാസ് കൊണ്ട് പഞ്ചസാരയാണ്. ഇപ്പോൾ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആദ്യം മമ്മി 3/4 ഗ്ലാസ് ഇട്ട് നോക്കണുള്ളൂ. ഇവിടെ ഒരുപാട് മധുരം ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ ബൈ ചാൻസ് 250 ഗ്രാമിന് അളവ് പറയുകയാണെങ്കിൽ എത്ര പഞ്ചസാര ചേർക്കേണ്ടി വരും? അത് മമ്മി എപ്പോഴും ഈ 1 ഗ്ലാസ്. അത് എത്ര? 250 തന്നെയാണോ? 250 തന്നെ. അത് മൈദയും പഞ്ചസാരയും സെയിം അളവായിരിക്കണം. അല്ല, എന്നെ പോലെ ഇങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് അളവ് കേൾക്കണമെന്നുണ്ടോ? ഇത് പൊടിച്ച പഞ്ചസാരയല്ല കേട്ടാ. നിങ്ങൾ പൊടിച്ചതാണെങ്കിൽ ഇത് കൂടും. നമ്മൾ പൊടിച്ച് വരുമ്പോൾ ഈ 1 ഗ്ലാസ്സിനേക്കാളും കൂടുതൽ വരും. ഇപ്പം മമ്മി മിക്സിയിൽ അടിക്കണത് കൊണ്ട് ഞാനിത് പൊടിച്ചിട്ടില്ല. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോണത്, നമ്മൾ ആ ഗ്ലാസ് കൊണ്ട്, നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസ് കൊണ്ട് ഒരു 1/2 ഗ്ലാസിൻ്റെ താഴെ മതി ഓയിൽ ഒരുപാട് അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ അത്ര നന്നായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മമ്മി 1/2 ഗ്ലാസിൻ്റെ താഴെയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറാനായിട്ട് 1 സ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും എടുക്കുമ്പോൾ ടേബിൾ സ്പൂണല്ല, ചെറിയ ടീസ്പൂണാണ്. മാറിപ്പോവാതെ ശ്രദ്ധിച്ചോളാം. മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതിൽ നിന്ന് പകുതി പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് അടിക്കണത്. അപ്പോൾ നോക്കിയേ, അടിപൊളിയായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 തവണയായിട്ട് നിർത്തി മമ്മി അടിച്ചത് സൂപ്പറായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത മൈദയും കൊക്കോ പൗഡറിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിടരുത്, കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരേ സൈഡിലേക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. ഇപ്പം നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത മൈദയുടെ മിക്സ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അടുത്തത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ച പാലുണ്ടല്ലോ, കാപ്പിപ്പൊടി മിക്സ് ചെയ്ത് വെച്ച പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഭയങ്കര കട്ട തോന്നിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പകുതി പാൽ എടുത്തിട്ടുള്ളൂ, പകുതി പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാലും കൂടെ ഒഴിച്ച് നമുക്കിത് നല്ല അടിപൊളിയാക്കി കറക്റ്റ് പരുവത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് അത്യാവശ്യം എല്ലാതും അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈറ്റ് മമ്മിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരല്പം കൂടെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ബാക്കി എടുത്തു വെച്ച പാലാണ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരളവില്ല. നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സ് നല്ലൊരു പരുവത്തിലാവണ വരയ്ക്ക് നിങ്ങൾ
ടൈറ്റ് ആണെങ്കിൽ പാലൊഴിച്ച് അതിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ ട്രേ ഇവിടെ മമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾക്ക് ഇതിൻ്റെ മിക്സ് റെഡിയാക്കാനായിട്ട്. വല്ലാണ്ട് ടൈറ്റല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. നമ്മുടെ കേക്കിൻ്റെ മിക്സ് കംപ്ലീറ്റ് മമ്മി ട്രയലിലേക്ക് ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. നന്നായിട്ടൊന്ന് തട്ടിക്കോട്ടാ. അപ്പോൾ അതിൻ്റെ അയറും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ തട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. മമ്മി ഇവിടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസിലാണ് ഒരു ഡവറ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളമായി മമ്മി ഇപ്പോൾ അത് കത്തിച്ച് നല്ല രീതിയിൽ ചൂടായി വന്നിട്ട് സിമ്മിലിട്ടിട്ട് സിമ്മിലിട്ടിട്ട് ഇതിന് മണലൊന്നും വേണ്ടല്ലേ? അടി കട്ടിയുള്ള പാത്രമല്ല, അടി കട്ടിയുള്ള പാത്രം ആവണം. നശിക്കോ പാത്രം? നമ്മളിപ്പോ ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ മമ്മി എടുക്കണത്. അപ്പൊ തീ നന്നായിട്ടൊന്ന് ചെറുതാക്കി ഇടാം. നമുക്കിത് ഇതിലേക്ക് കൈ പൊള്ളിക്കാതെ സൂക്ഷിച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് എത്ര നേരം കഴിയുമ്പോഴേ കുത്താൻ വരണ്ടേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളിത് എപ്പോഴെപ്പോഴും തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പൊങ്ങിയത് ഇങ്ങനെ പെട്ടെന്ന് താഴ്ന്നു പോകും. എങ്ങനെ പോയാലും ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയാൽ നമ്മുടെ കേക്ക് ഹാർഡാവും ചെയ്യും. ചിലപ്പോൾ ആ പൊങ്ങിയത് പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകും. എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂറോളം കഷ്ടി ഇത് വേണ്ടി വരും. മമ്മി ഇപ്പോൾ ഇത് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ആവണ വരെ വെയിറ്റ് ചെയ്യാം. കേക്ക് ഇവിടെ എന്തായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. വാവ്, അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കാം. കറക്റ്റ് പറയുകയാണെങ്കിൽ കൃത്യം 1 മണിക്കൂർ ഞാൻ വളരെ സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയം വന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച ഉടനെ മീഡിയം ഫ്ലെയിമിൽ ഒരു 10-8 മിനിറ്റ് അതിനുശേഷം സിമ്മിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നേരത്തെ ഒരു 45-50 മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കളറും നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് മുറിച്ച് നോക്കാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ നോക്കിയേ, നമ്മുടെ കേക്കിന്റെ ഉൾഭാഗമൊക്കെ കണ്ട വളരെ സോഫ്റ്റ് ആയിട്ടാ വന്നിരിക്കുന്ന കേട്ടാ. അപ്പൊ ഒരു തവണയെങ്കിലും മമ്മിയുടെ മക്കള് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളോ. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ്ട ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഇനി ഇതുമേ ബട്ടറും ഐസിങ്ങും ഒക്കെ തേച്ച് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ മമ്മി ഇപ്പൊ തൽക്കാലം അതൊന്നും ചെയ്യണില്ല. അപ്പൊ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ സൂപ്പർ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.